ഹായ്. ഒരു വീട് എന്ന് പറയുന്നത് ഒരു നാല് ചുമരിന്റെ കുറിച്ച് പറയുന്നതല്ല. ഒരു നാല് ചുമരിനെ കുറിച്ച് പറയുന്നതല്ല. ഒരു നല്ല വീട് എന്ന് പറയുന്നത്. വീട് എന്ന് പറയുന്നത് ആ വീട്ടിലെ ആളുകളുടെ കൂടി സമാധാനവും സന്തോഷവും അവരുടെ നല്ല ഓർമ്മകളും കൂടി അടങ്ങുന്നതാണ്. അതുകൊണ്ടാണല്ലോ യേശുദാസിന്റെ ഒരു പാട്ട് ഇങ്ങനെ പാടിയത്. അകലെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്ക് അത് താൻ കാരാഗ്രഹം. അതായത് പുറമേന്ന് കാണുമ്പോൾ നല്ല വീടായി തോന്നും, മനോഹരമായ വീട് എന്ന് പറയാൻ തോന്നും. പക്ഷെ അതിനകത്ത് ജീവിക്കുന്നവർക്ക് അതൊരു ജയിലായിട്ട് ഫീൽ ആവുന്നുണ്ട്. അവിടെ അവർ ജയിലായിട്ട് ഒരു ജയിൽ ജീവിതം അനുഭവിക്കുന്നുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ആ പാട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ പല വീടുകളും നമുക്ക് മുമ്പിലുണ്ട്, നമ്മുടെ പരിചയത്തിലുണ്ട്. സത്യമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഒരു വേറൊന്നുമല്ല, ഒരു സിനിമയെ കുറിച്ചാണ്. ഞാൻ ഇപ്പം അടുത്ത് കണ്ട തമിഴിലെ 3 BHK എന്ന് പറയുന്ന, എനിക്ക് അതായത് വീട് കെട്ടാൻ പോകുന്ന, വീട് ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന എന്നെ പോലെ, ഞാനും ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ പോലെ പലർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് 3 BHK. അതായത് ചെറിയൊരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു വീട് സ്വപ്നം കണ്ടുകൊണ്ട് അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ചിത്രമാണ്. അപ്പം അതിൽ ലാസ്റ്റ് പറയുന്ന ഡയലോഗാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഒരു വീട് എന്ന് പറയുന്നത് ആ വീടുകാരുടെ സന്തോഷവും സ്വപ്നവും ഓർമ്മകളും സമാധാനവും കൂടി അടങ്ങിയതാണ്. അപ്പോൾ ഈ 3 BHK എന്ന് പറയുന്ന സിനിമ നല്ലൊരു മനോഹരമായ സിനിമയാണ്. നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ, വീട് സ്വപ്നം കാണുന്നവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്കും ഈ ഒരു സ്വപ്നം കാണുന്ന, വീട് സ്വപ്നം കാണുന്നവർക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അഭിപ്രായം എന്നെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.